ഗയ്സ്, നമ്മൾ ഇന്നൊരു വലിയ പൂളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മള് നോർമലി വീട്ടിനകത്ത് പൂൾ ചെയ്തിട്ടുണ്ട്, പുറത്തെല്ലാം പൂൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കുഞ്ഞു പൂളല്ലേ, അതിനേക്കാൾ ഒരു യമട്ടൻ പൂള്. ഗയ്സ്, നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പൂളെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗയ്സ്, നമുക്ക് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ ടെക്നോളജി ഫോൺ വഴിയാണ് ഗയ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടുത്തെ എഞ്ചിനീയറും കോൺട്രാക്ടറും മേസ്ത്രി ഇല്ല എന്ന് നമ്മൾ തന്നെ. ഇത് ഡിസൈൻ ചെയ്യുന്നത് ആനിയാണ്. ഇതില്ലേ, ഇത് വലുതായതുകൊണ്ട് ഭയങ്കരമായിട്ട് കുഴിക്കണം. പാടുള്ള പണിയാണ് ആക്ച്വലി ഇത്. ഗയ്സ്, ഒരു ഫോളോവറിന് ഒരു കുഴി. ഒരു കുഴി. ഗയ്സ്, നമ്മൾ ഇത്ര വലിയ സാധനം കുഴിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ JCB വിട്ടാണ് ഗയ്സ് കുഴിക്കാൻ പോകുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴിച്ചാൽ മാത്രം മതി. കറക്റ്റ് അളവ്. മൂന്ന് അങ്കിൾമാര് JCB നോക്കിക്കൊണ്ടിരിക്കണം. പണ്ട് നാട്ടില് JCB വരുമ്പോൾ നമ്മളെല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. അത് കിടില ഫീലാണ് ഗൈസ്. പെണ്ണുങ്ങൾ നോക്കത്തില്ല, പക്ഷെ ആണുങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ആര് പറഞ്ഞു? ഗൈസ്, നമ്മുടെ പൂളിലുള്ള കുഴി ഏകദേശം പകുതി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്ര വീതി വരുമെന്ന്. നമ്മൾ നേരത്തെ ഒരു അളവെടുത്ത രീതിയിൽ വച്ചിട്ടുണ്ടായിരുന്നേ, നേരിട്ട് കാണാൻ ഭയങ്കര വലുത് ഗൈസ്. ഗൈസ്, ഇതില്ല, എന്റെ ഇത്ര ഹൈറ്റ് ഉണ്ട്. പൊളിക്കും കേട്ടോ ഈ സാധനം. നമ്മൾ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും ഗൈസ് ഇത്. ഇനി തീപ്പൊരു കണ്ടന്റ് ഒക്കെ വരാനുള്ളൂ. വെക്കേഷൻ ആയില്ലേ? നമ്മളിതെല്ലാം സെറ്റാക്കി. ഇതിനകത്ത് നമുക്ക് വെള്ളം നിറക്കണേ മുന്നേ ഇവിടുത്തെ കല്ലെല്ലാം എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ആ സാധനം ഇല്ലേ, അത് പൊട്ടിയത് ഫുള്ളായിട്ട് ഫ്ലോപ്പാകും. അപ്പോൾ ഇവിടുത്തെ എല്ലാ കല്ലും ആദ്യം നമ്മൾ മാറ്റണം. ഫസ്റ്റ് ലെയർ ടാർപ്പാണ് വിരിക്കുന്നത്. അത് ഏകദേശം ഈ ഒരു സ്പേസിലായിരിക്കും വിരിക്കണത്. ഭയങ്കര പാഴേട്ടാ, ഭയങ്കര ചൂട്, വെയിൽ. ഈ സമയത്തുള്ള ക്ലൈമറ്റ് അറിയാല്ല, ഡെഡ് ആവുന്നു. ഇതിലെല്ലാം മണ്ണായി പോടാ കോടാ. ഞാന്ന് പറയട്ടോ, അതില്ലേ കുറച്ചുകൂടെ മേലെ കയറ്റും. അതാകുമ്പോ ഈ ലെവലിൽ നമുക്ക് നിന്നിട്ട് ചറുകി വരാൻ പറ്റും. അല്ലെങ്കിൽ ചെളി കൊണ്ടുവരേണ്ടി വരും. നമ്മളിത് സെറ്റ് ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി നമ്മൾ വിളിച്ച വണ്ടികളെല്ലാം വന്ന് ഗൈസ്. വെള്ളം കൊണ്ട് കറക്റ്റ് ടൈമിങ്ങിന് 2 വണ്ടി എത്തി ഗൈസ്. ഗൈസ്, ഈ വെള്ളം തികയൊന്നും അറിയത്തില്ല നമുക്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ടാർപ്പ, വലിയ ടാർപ്പ. ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ വിചാരിച്ചില്ല ഈ ടാർപ്പ് ഇത്രയും വലുതാണ്. അന്ന് വീട്ടിൽ തികഞ്ഞില്ല, ഉള്ളിലിട്ടപ്പോഴത്തേക്ക് തികഞ്ഞില്ല. പക്ഷെ ഇത്ര വലുതാണെന്ന് പ്രതീക്ഷിച്ചില്ല.
ഗൈസ് നമ്മളിപ്പോ വെള്ളം അടിക്കാൻ പോകുന്നു ഇതിന് ഫുള്ള് പാടുപെട്ട് ഗൈസ്. നമ്മള് രണ്ട് ഓസിന്റെ നീളം കണ്ടോ? രണ്ടാമത്തെ ഓസ് ഇവിടെ. ഓ ഫാസ്റ്റ് 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 പ്രോസസ്. നമുക്കിപ്പോൾ ഏകദേശം പകുതി നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് സ്മിത്തിനുള്ള ആഴമാണ് ഗൈസ്. ഇപ്പം നമ്മളിങ്ങനെ സ്മിത്തിനെ ഗൈസ് നമുക്ക് 2 ലോറി വന്നിട്ട് ഇവിടുത്തെ വെള്ളം തികഞ്ഞില്ല ഗൈസ്. ഇനിയും വെള്ളം വേണം നമുക്ക്. ഇതില്ല, ഇത് അമ്മ ഇതുവരെ കണ്ടില്ല ഗൈസ്. എങ്ങനെയുണ്ട്? വെള്ളം നിറഞ്ഞില്ല. ഇനി വെള്ളം നിറയ്ക്കാനുണ്ട്. നമ്മൾ ഈ പൂളിനകത്ത് ഫുള്ളായിട്ട് ഐസ് ഇടാൻ പോകുന്നു ഗൈസ്, ഇച്ചിരി തണുപ്പാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ഐസ് എടുത്തിട്ടുണ്ട്, ഒരു ഐസ് കൂടെ ഇടാം, അപ്പൊ ഇച്ചിരി കൂടെ ചില്ലാവും. വെക്കേഷനൊക്കെ സ്റ്റാർട്ടായില്ലേ? അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ട്യൂഷന് പോകണ്ടേ? അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് നമ്മുടെ അയൻസിൻ്റെ ട്യൂഷൻ. ഗൈസ് നിങ്ങൾക്ക് അയൻസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. നിങ്ങൾക്ക് ട്യൂഷനോടൊപ്പം തന്നെ എൻട്രൻസ് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എൻട്രൻസ് മാത്രം പഠിക്കണോ? എൻട്രൻസ് മാത്രം പഠിക്കാം. ട്യൂഷൻ മാത്രം പഠിക്കണോ? ട്യൂഷൻ മാത്രം പഠിക്കാം. രണ്ടും ഒരുമിച്ച് പഠിക്കണോ? അങ്ങനെയും പഠിക്കാം. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞവരാണ്. ഒരു വർഷം മുഴുവനും എൻട്രൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള റിപ്പീറ്റഡ് കോഴ്സ് വരെ നമ്മുടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കോഴ്സിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൾ ചെയ്യുക. ജോയിൻ ടു ഐൽസ്. ഗൈസ് ഒരു വലിയ ഐസ് ഇട്ടത് ഇങ്ങനെ നോക്ക്. നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ പൂളിൽ ഇറങ്ങുന്നത് അതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് എല്ലാ ഗൈസ്. ഗൈസ് പൂളെല്ലാം റെഡി. നമ്മൾ പൂൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആദ്യം ഗൈസ് പൂളിലിടണം. അപ്പോഴേ പൂളിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ നമുക്ക്. ഗൈസ് നമ്മൾ ഓരോ ആൾക്കാരായിട്ടാണ് ചാടാൻ പോകുന്നത്. ഫസ്റ്റ് അമ്മ അതോട്ട് ഗൈസ് ഇത് നമ്മൾ ഫണ്ടിന് വേണ്ടി തുടങ്ങിയ സാധനമായിരുന്നു. ഇപ്പൊ ഇത് വീട്ടുകാർക്ക് ഫണ്ട് ഗൈസ്. നമ്മളെല്ലാം സെറ്റായി ഗൈസ്. ഞാൻ ഇറങ്ങണില്ല, എനിക്ക് പീരീഡ്സ് ആയി. അവര് സെറ്റായി ഗൈസ്. ഇത് ഫുള്ളായിട്ട് ഡൈവ് അടിക്കണമെന്ന് പറയുന്നത് ഇപ്പൊ കാണാം. ഇതില്ലേ നമ്മള് നല്ല ആഴത്തിൽ ചെയ്തോണ്ട് സൂപ്പറായിട്ട് ചാടി ഡൈവ് അടിക്കാനൊക്കെ പറ്റും. ഇവരെല്ലാരും ഡൈവ് ചെയ്യുന്നു ഗൈസ്. ഒരു തവണ ചെയ്തെനിക്ക് മതി. ഡൈവ് അടിക്കാൻ പോണു. അടി അടി. രാത്രിയായപ്പോ എല്ലാരും കൂടി പൂളിൽ ഇരുന്നതിനെ ഗൈസ് ഫുഡ് കഴിക്കുന്നു. നല്ല വൈബ്. എങ്ങനെയുണ്ട്? അടിപൊളി. ബാക്കി വിഷുവിടെ തീർന്നു.
ആക്ച്വലി നമ്മൾ ഇതിൽ സ്ലൈഡ് എല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ ഇരുന്നത്. പക്ഷെ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. പക്ഷെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. നമുക്ക് ഇത്രയും വലുത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിലേ നമുക്ക് കിടിലായിട്ട് ഒരു വാട്ടർ സ്ലൈഡ് അതെല്ലാം ചെയ്യാൻ പറ്റും ഗൈസ്. സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും ചെയ്തെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നലെ എൻജോയ് ചെയ്താ നീ? നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ഗൈസ് നമ്മൾ വാട്ടർ സ്ലൈഡ് എല്ലാം ഇത് ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇച്ചിരിയുടെ ഹെവി പരിപാടിയായിട്ട്, ഇതൊരു ഹെവി പരിപാടിയായിരുന്നു, ഇതിനേക്കാൾ ഹെവി പരിപാടിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ എല്ലാവരുടെ അടുത്ത്. ഓക്കെ, എന്നിട്ട് നീ എന്തി? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ച് പൊടിച്ചിട്ട് പോ. ബൈ പറ.